ഹലോ. ഹലോ, ഇത് സ്നേഹമന്ദിരം അല്ലേ? മേഡം, എൻ്റെ പേര് മനോജ് എന്നാണ്. എൻ്റെ അമ്മ അങ്ങോട്ട് ആക്കാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാവുന്നേ. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അമ്മയ്ക്ക് ഇനി 60-ാം വയസ്സ്. അമ്മ തളർന്നെടുക്കുവാണോ? കടപ്പിലൊന്നും അല്ല, എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യും. അമ്മ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുമോ? ഇവിടെ അടുത്ത കമ്പനിയിലെ മാനേജറാണ്. അമ്മ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ എന്നാത്തിന് ആരും നോക്കാത്ത ഈ ഹോമിലോട്ട് കൊണ്ടുവിടുന്നത്? നിങ്ങൾക്ക് വിഷമമില്ലേ? സത്യം പറയാലോ മേഡം, എൻ്റെ ഭാര്യയും അമ്മയും തമ്മിൽ ചേരുകയില്ല. ഭാര്യയുടെ വീട്ടുകാരെ അറിയുന്നതിന് മുന്നേ അമ്മേനെ എങ്ങോട്ടേലും മാറ്റണം. ഓക്കെ, നിങ്ങളുടെ അച്ഛൻ എന്തെടുക്കുന്നു? വേറെ മക്കളാരും ഇല്ലേ? ഏയ്, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അച്ഛൻ എൻ്റെ കുഞ്ഞിലെ മരിച്ചുപോയതാ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ഞങ്ങളിവിടെ ആലുവ കിഴക്കേമ്പലത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അവിടെ അടുത്ത് എവിടെയാ താമസിക്കുന്നത്? അവിടെ ശ്രേയൻ നിലയത്തിലെ വിലാസിനി ചേച്ചി അറിയോ? എൻ്റെ അടുത്ത ആളാണ്. വിലാസിനി ചേച്ചി എൻ്റെ അമ്മേ. നന്നായി, നീ അങ്ങനെ തന്നെ ചെയ്യണം. എന്താ മേഡം? അതൊക്കെ വലിയ കഥയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഈ സ്നേഹമന്ദിരത്തിൽ വളർന്നതാണ്. അവളുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് നല്ല ജീവിതം കിട്ടുമെന്ന്. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് വണ്ടി ആക്സിഡൻറ്റ് മരിച്ചുപോയി. പിന്നെ കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് താമസിച്ചു. ആ സമയത്താണ് അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയ നിന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന അവളായിരുന്നു. നീ ഇവിടെ വളരേണ്ടെന്ന് പറഞ്ഞ അവൾ നിന്നെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പം നിന്നെ പഠിപ്പിച്ച് വലിയൊരാളാക്കി. ഇപ്പം നിനക്ക് ജോലിയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, വലിയൊരു വീട്ടിൽ നിന്ന് പെണ്ണിനെ കിട്ടി. എന്താ അല്ലേ? അവൾ എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഇവിടുത്തെ അന്തേവാസികൾക്ക് കൊടുക്കാനേ വരും. അപ്പോഴൊന്നും നിന്റെയോ നിന്റെ ഭാര്യനെ കുറിച്ച് ഒരു കുറ്റവും പറയാറില്ല. അവക്കറിയത്തില്ലല്ലോ നിങ്ങൾ അവളെ പുറന്തള്ളോന്ന്. നീ ധൈര്യമായിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടോ. ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. തിരിച്ചങ്ങോട്ട് വിടത്തേയില്ല. പോരെ? വേണം, എനിക്കെൻ്റെ അമ്മയെ വേണം. എനിക്കെൻ്റെ അമ്മയെ വേണം. ഹലോ, ദേ മനോജെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ അമ്മ എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് എന്നെ വിളിക്കാൻ വന്നാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നീ വരണ്ടടി, എനിക്കെൻ്റെ അമ്മ മതി. എൻ്റെ അമ്മയെ സ്നേഹിച്ച് പരിചരിച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഇല്ല, നീ നിന്റെ പണി നോക്ക്. എനിക്ക് വേറെ ഭാര്യയെ കിട്ടും, പക്ഷെ അമ്മയെ കിട്ടത്തില്ല. നീ വെച്ചിട്ട് നിന്റെ പണി നോക്കടി.